ഇതെന്താ ഈ അമ്പലനടയില് രാത്രി തനിച്ചിങ്ങനെ? വേറെ എങ്ങോട്ടും പോവാൻ ഇടയില്ല മോളെ. നിങ്ങളിവിടെ തനിച്ചിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി. അല്ല, മോളെന്താ ഇവിടെ? എവിടെയാ കുഞ്ഞിന്റെ വീട്? ഞാൻ ദേ അപ്പുറത്തെ പോച്ചുമടത്തിന്ന് വരിക. ഇവിടുത്തെ ശാന്തിക്കാരൻ തിരുമേനിയുടെ മകളാണോ? ആ, നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? എനിക്ക് തോന്നി. ദാ കുറച്ച് പടച്ചോറുണ്ട്, ഇത് കഴിച്ചോ. മോളുടെ പേരെന്താ? പാർവതി. സാവിത്രി, അല്ല, നീ ചെയ്യുന്നതൊക്കെ ശരിയാണോ സാവിത്രി? എന്താ ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ നിനക്ക്? നിന്റെ മകന്റെ കുഞ്ഞ്, ആ കുഞ്ഞിനെ ജനിപ്പിച്ച അതിന്റെ അമ്മയേക്കാൾ കൂടുതലായി അതിനെ സ്നേഹിക്കുന്ന മീനാക്ഷി. ആ കുഞ്ഞിനു വേണ്ടി ഇന്ന് മീനാക്ഷി അലയുന്നത്. ആ കുട്ടിയോട് നീ കാണിക്കുന്നത് നീതിയാണോ? അത് അവളുടെ വിധി. അതിന് ഞാൻ എന്ത് ചെയ്യണം? അത് അവളുടെ വിധിയല്ല. അവൾക്ക് നീ ഒരിക്കൽ കെണി. അതല്ലേ അതിന്റെ ശരി. ചെമ്പകമംഗലത്തിന്റെ ഐശ്വര്യമാണെന്നറിഞ്ഞിട്ടും ആ വാള് നീ കട്ടെടുത്തു. ആ ഒറ്റ കാരണത്താൽ ഈ തറവാട്ടിൽ എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായി. ഒരു ദുർമരണം നടന്നു. അതിനുശേഷം നിന്റെ മകന്റെ കുഞ്ഞിനെയും കൊണ്ട് ആ മൈഥിലി പോയി. വാളിനെയും കുഞ്ഞിനെയും വീണ്ടെടുക്കാൻ ചെന്ന നിന്റെ മകൻ മീഡിയക്കാരുടെയും നാട്ടുകാരുടെയും മുമ്പില് നാണം കിട്ടും. അവൻ സസ്പെൻഷനിലുമായി. ഇതെന്താ എന്റെ തലയെ കെട്ടിവെക്കുന്നത്? കെട്ടിവെക്കുന്നതല്ല, നീ ചെയ്ത കാര്യങ്ങളെല്ലാം നിന്റെ മനസാക്ഷിയായി ഞാൻ വിളിച്ചു പറയുന്നതാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലെന്നോ? നിനക്കതിയെന്നൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല സാവിത്രി. നീ കരുതിക്കൂട്ടി ചെയ്ത ദ്രോഹങ്ങളാ ഞാൻ എണ്ണി എണ്ണി പറയുന്നത്. ആ വാള് മോഷ്ടിച്ച് നീ ഒളിപ്പിച്ചിരിക്കുന്നു. ആ കുറ്റം പാവം മീനാക്ഷിയുടെ തലയിൽ. നിന്റെ അമ്മ ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചിരിക്കെ വാളെടുത്തത് മീനാക്ഷിയാണെന്ന് അവരിപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. ചെമ്പകമംഗലം വരെ പലതരത്തിലും തകർന്നതിന്റെ കുറ്റം ഇപ്പോ മീനാക്ഷിയുടെ തലയിൽ വന്നിരിക്കെ വാസ്തവത്തിൽ നീയല്ലേ പ്രതി? അതിപ്പോ മറ്റൊരു വഴിയില്ലാതെ വന്നപ്പോ ഞാനിത് ചെയ്തു പോയി. എന്റെ ഭർത്താവിനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അതിന് നീ കണ്ടെത്തിയ വഴി തെറ്റായിപ്പോയി. മോഷണമല്ലായിരുന്നു അതിന് പരിഹാരം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നീ സത്യങ്ങളെല്ലാം നിന്റെ അച്ഛനോടും അമ്മയോടും മകനോടും തുറന്നു പറയണമായിരുന്നു. രാമഭദ്രൻ ദുബായിലെ കേസിലകപ്പെട്ട കാര്യം നേരായ വഴിക്ക് അവരെ അറിഞ്ഞിരുന്നെങ്കിൽ അവരതിന് പോംവഴി കണ്ടെത്തി തരുമായിരുന്നു. നീ ചെയ്തത് മഹാദ്രോഹമാണ്. അതിന്റെ പേരിൽ നിന്റെ മകന്റെ ഭാര്യ ഈ രാത്രിയിലും തെരുവിലലയെ. ഭർത്താവിനെ രക്ഷിക്കാൻ മാത്രമല്ല, പണത്തിനോടുള്ള നിന്റെ ആർത്തി കൊണ്ടാ നീ ആ വാള് മോഷ്ടിച്ചത്. അതിന്റെ പേരിൽ ബലിയാടായത് മീനാക്ഷിയും തകരുന്നത് ഈ കുടുംബവും. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മുമ്പിൽ നിന്ന് പോകാൻ. ഞാൻ പോകാം, പക്ഷേ നിനക്ക് ജീവിതത്തില് ഒരിക്കലും സമാധാനം കിട്ടില്ല സാവിത്രി. നിന്റെ ജീവിതം കൊണ്ട് നീ ഇതിന് മറുപടി പറയേണ്ടി വരും. ഓർമ്മിച്ചോ?
സന്ധ്യ കഴിഞ്ഞ് നടയടച്ചാൽ പിന്നെ ഈ വഴിയൊന്നും ആരും വരില്ല. ഒറ്റപ്പെട്ട പ്രദേശമായത്. തൊട്ടടുത്തങ്ങ് ഒരു വീട് പോലും ഇല്ല. അല്ല, തിരുമേനിയുടെ വീട് തൊട്ടടുത്തല്ലേ? അല്ല, എന്റെ വീട് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താ. ഏ? ചെറുകുന്നിൽ. തിരുമേനിയുടെ മകള് രാത്രി ഇവിടെ വന്നിരുന്നല്ലോ. എന്റെ മകളോ? എനിക്കതിന് പെൺമക്കളില്ലല്ലോ. ഒരു ആൺകുട്ടി മാത്രമേ എനിക്കുള്ളൂ. തിരുമേനിയുടെ മകളാണെന്നല്ലേ ആ കുഞ്ഞ് പറഞ്ഞത്? വിശന്നിരുന്ന ഞങ്ങൾക്ക് ആ കുഞ്ഞ് പടച്ചോറുമായിട്ടാ വന്നത്. നിങ്ങളൊക്കെ മണ്ടത്തരങ്ങളായി പറയുന്നേ. എന്റെ പെൺകുട്ടി പടച്ചോറുമായിട്ട് വന്നെന്നോ? നിങ്ങൾ വല്ല ദുസ്വപ്നവും കണ്ടതായിരിക്കും. അല്ല തിരുമേനി, ആ കുഞ്ഞ് അതിന്റെ പേര് വരെ പറഞ്ഞു, പാർവതി.